ദർസെ അമലിലെ താലീമി സർഗർമിയാം. ഖയാലാത്ത് ഇസാർ കരീം. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. തഫ്രീക്ക് രംഗ് വ നസ്ൽ മിട്ടാത്തെ ചലേ ചലോ. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള വിവേചനം ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറൂ. ഇൻസാനിയത്തിക്ക് ഷാൻ ദിക്കാത്തെ ചലേ ചലോ. മനുഷ്യത്വം കാണിച്ചുകൊണ്ട് മുന്നേറൂ. ഇസ് ഷേർ കെ ജരിയെ ഇൻസാനിയത്ത് കെ ബാരെ മേ ഷായർ ക്യാ ക്യാ കഹന ചാത്ത ഹെ. ഈ വരികളിലൂടെ ഷായർ മനുഷ്യത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. പിന്നെ ഖയാലാത്ത് ഇസാർ കരീം. ഇസ് ഷിഹർ കെ ജരിയെ ഈ വരികളിലൂടെ ഷായർ എ പൈഹാം ദേന ചാത്ത ഹെ. കവി ഈ സന്ദേശമാണ് നൽകുന്നത്. കെ എന്തെന്നാൽ इंसान को रंग नस्ल ज़ात और फ़र्क़ वारियत की बुनियाद पर तक़सीम नहीं करना चाहिए. മനുഷ്യരെ നിറത്തിൻ്റെയും ജാതിയുടെയും ബുനിയാദ് പർ അടിസ്ഥാനത്തിൽ തക്സീം നെയ്യും കർണ ചാഹിയെ, വിഭജിക്കാൻ പാടില്ല. ഹമേ ഐസി തമാം തഫ്രീഖോങ്കോ, അങ്ങനെയുള്ള വിവേചനങ്ങളെയൊക്കെ ഖത്തം കർണ ചാഹിയെ, നമുക്ക് അങ്ങനെയുള്ള തഫ്രീഖ് വിവേചനങ്ങൾ ഖത്തം കർണ ചാഹിയെ, അവസാനിപ്പിക്കണം. ഓർ സബക്കെ സാത്ത്, എല്ലാവരുടെയും കൂടെ ബരാബരി സമത്വത്തോടും ഓർ ഭായി ചാരകി സാഹോദര്യത്തോടും കാ സലൂ കർണ ചാഹിയെ, ജീവിക്കണം അല്ലെങ്കിൽ പെരുമാറണം. നെക്സ്റ്റ് മഫ്ഹൂം ലിഖേ, ആശയം എഴുതാം. ടൂട്ടെ ഹുയെ ദിലോങ്കോ, പൊട്ടിപ്പോയ മനസ്സുകളെ മുഹബത്ത് സെ, സ്നേഹം കൊണ്ട് ചോട് ദോ, യോജിപ്പിക്കൂ. ജൗഹറെ അമൽക്കെ അപ്നെ ദിക്കാത്തെ ചലേ ചലോ, നമ്മളുടെ പ്രവൃത്തിയുടെ വാല്യൂ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കൂ. ടൂട്ടെ ഹുയെ ദിലോങ്കോ കൈസെ ചോടെ, പൊട്ടിപ്പോയ മനസ്സുകളെ എങ്ങനെയാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്? ഇസ് ഷീർ കെ ജരിയെ ഷായർ ക്യാ കഹന ചാത്ത ഹെ, ഈ വരികളിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഫ്ഹൂം അപ്നെ അൽഫാസ്മേം ലിഖിയെ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വാക്കുകളിൽ അതിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. यह शिहर उर्दू के मशहूर शायर सहादत नज़ीर की नज़म दर्से अमल से ले लिया है. ഈ വരികൾ ഉറുദുവിലെ പ്രശസ്തനായ കവി ഷഹാദത്ത് നസീറിൻ്റെ നസം ദർസെ അമലിൽ നിന്നും എടുത്തതാണ്. ഇസ്മേ ഷായർ കഹത്തെ ഹെ, ഇതിലൂടെ കവി പറയുന്നു കെ എന്തെന്നാൽ ഹംകോ ടൂട്ടെ ഹുയെ ദിലോങ്കോ, നമുക്ക് പൊട്ടിപ്പോയ ഹൃദയങ്ങളെ മുഹബത്ത് സെ ചോട് ദേന ചാഹിയെ, സ്നേഹം കൊണ്ട് ഒന്നിപ്പിക്കുകയാണ് വേണ്ടത്. ഓർ അപ്നെ അച്ചേ അമലോൻസെ, കൂടാതെ തൻ്റെ നല്ല പ്രവർത്തികൾ കൊണ്ട് ദൂസരോങ്കോ, മറ്റുള്ളവർക്ക് സബക്ക് ഓർ മിസാൽ ദേന ചാഹിയെ, പാഠവും അതുപോലെ ഉദാഹരണവുമായി മാറണം. നസം ദർസെ അമൽ ആപ്നെ പഠി ഹേ ന, ഇസ്കാ മർക്കസി ഖയാൽ ക്യാ ഹെ. നസം ദർസെ അമൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ മർക്കസി ഖയാൽ, കേന്ദ്ര ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജിന്ദഗി മേ കാമയാബി, ജീവിതത്തിൽ വിജയവും ഓർ ഹിസ്സത്ത്, പ്രശസ്തി അല്ലെങ്കിൽ അഭിമാനം ഹാസിൽ കർണേ കെ ലിയെ, നേടിയെടുക്കാൻ വേണ്ടി ബാത്തോ പർ നഹീം, നമ്മൾ വാക്കുകളിലല്ല, ബൽക്കെ മറിച്ച് അമൽ പർ ഭരോസ കർണ ചാഹിയെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. ക്യോങ്കെ, എന്തുകൊണ്ടെന്നാൽ അമൽ ഈ ഇൻസാൻ കി അസൽ പഹച്ചാൻ ഹെ, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ ആരാന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യം, അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തികളിലൂടെയാണ് മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുക. താസീനി നോട്ട് തയ്യാർ കരേം, ആസ്വാദന കുറിപ്പ് എഴുതാം. നസം ദർസെ അമൽ ആപ്നെ പഠി ഹേ ന, നസം ദർസെ അമൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇസ്കാ മർക്കസി ഖയാൽ ക്യാ ഹെ, അതിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? ഇസ് നസം കെ ജരിയെ ഷാഹിർ ക്യാ ക്യാ കഹ രഹാ ഹെ, ഈ പദ്യത്തിലൂടെ ഷായർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നസം കി ഷെയർ കി ഹൂബിയാൻ ക്യാ ക്യാ ഹെ, നസമിലുള്ള ഹൂബിയാൻ ക്യാ ക്യാ ഹെ, നല്ല വശങ്ങൾ ഏതൊക്കെയാണ്? ബച്ചോ ഇൻ സവാലോं की रोशनी में एक तासीनी നോട്ട് തയ്യാർ കരേ. ചെറിയ രീതിയിലുള്ള ഒരു താസീനി നോട്ടാണിത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാക്സിമം 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കവിനെ കുറിച്ച് എഴുതണം. അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്കിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എഴുതുക. അതിനുശേഷം
ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു തഹ്സീനി നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം 4 മാർക്കിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഈ തഹ്സീനി നോട്ടിൽ ആദ്യം നമ്മുടെ തഹ്സീനി നോട്ട് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഷാഹിറിനെ കുറിച്ചൊരു ചെറിയ വിവരണം കൊടുക്കണം. ഓക്കെ, ഇതിൽ ഞാനത് കൊടുത്തിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഷാഹിറിനെ കുറിച്ചുള്ള വിവരണമുണ്ട്. അതിന് മെയിനായിട്ടുള്ള 2-3 സെൻറ്റൻസ് എടുത്തെഴുതാം. അതിനുശേഷം ഇത് എഴുതാം കേട്ടോ. इंसान को ज़िंदगी में हमेशा मेहनत अमल और नेक काम को अपनाना चाहिए. മനുഷ്യർ തൻ്റെ ജീവിതത്തിൽ കഠിനാധ്വാനവും അതുപോലെ നല്ല പ്രവൃത്തികളും ചെയ്യേണ്ടതുണ്ട്. ബസ് ഖ്വാബ് ദേഖിനെ യേ ബാतें करने से क्या कामयाबी हासिल नहीं होती. നമ്മൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല, വിജയം കിട്ടില്ല. ബൽക്കെ മറിച്ച് അസൽ കാമയാബി അച്ഛെ ഓർ മുസൽസിൽ അമൽ സെ മിൽത്തി ഹെ. നമ്മൾ നിരന്തരമായിട്ടുള്ള നല്ല പ്രവർത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുകയുള്ളൂ. ഷായർ പൈഹാം ദേത്താ ഹെ. ഷായർ ഈ ഒരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഹമേ ദൂസരോं के लिए മുഹബത്ത് ബലായി ഓർ ഖിദ്മത്ത് കാ ജസ്ബ രഖ്നാ ചാഹിയെ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ബലായി അവർക്ക് വേണ്ടി നല്ലത് ചെയ്യണം, ഓർ ഖിദ്മത്ത് നമ്മൾ സേവനങ്ങൾ ചെയ്യണം, കാ ജസ്ബ രഖ്നാ ചാഹിയെ ഇതൊക്കെ ചെയ്യണം. ഓർ അപ്നെ കിർദാർ വ ഹമൽ സെ മുആശിറമേം നമ്മുടെ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മുആശിറമേം ഈ സമൂഹത്തിൽ ഏക അച്ചി മിസാൽ കായിം കർണി ചാഹിയെ മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമായി മാറണം. മർക്കസി ഖയാൽ കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. ज़िंदगी में कामयाबी और इज़्ज़त हासिल करने के लिए बातों पर नहीं बल्कि अमल पर भरोसा करना चाहिए. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ വാക്കുകളിലൂടെ മാത്രമല്ല, മറിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ക്യോങ്കി അമൽ ഈ ഇൻസാൻ കി അസൽ പഹചാൻ ഹെ. പ്രവൃത്തിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്.